നമസ്കാരം, ഞാൻ ഡോക്ടർ ആനന്ദ് കുമരോത്ത്, കാരിത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കഴിഞ്ഞൊരു പതിറ്റാണ്ടിലായി ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അഥവാ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ രംഗത്ത് ഒട്ടനവധി വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വെച്ച് ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയാണ് റോബോട്ടിക് അസിസ്റ്റഡ് ടോട്ടൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അഥവാ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്നുള്ളത്. അതിലും വെച്ച് ഏറ്റവും നൂതനമായ ഒരു സങ്കേതമായിട്ട് ഇന്ന് വന്നിട്ടുള്ളതാണ് മേക്കോപ്ലാസ്റ്റി റോബോട്ടിക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. വളരെ പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായി മേക്കോപ്ലാസ്റ്റി റോബോട്ടിക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യമുള്ള ഏക ഹോസ്പിറ്റൽ കാരിത്താസ് ആശുപത്രിയാണ്. നമ്മൾ കഴിഞ്ഞ മാസം ആദ്യമായി മേക്കോപ്ലാസ്റ്റി സാങ്കേതികവിദ്യയിൽ 2 കാൽമുട്ടുകളും ഒരു രോഗിയുടെ മാറ്റിവയ്ക്കുകയുണ്ടായി. അതിനുശേഷം കുറച്ചനവധി ശസ്ത്രക്രിയകൾ ഇത്രയും നാളുകൊണ്ട് നമ്മൾ ചെയ്തു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഈ ടോക്കിന് പുറകിലുണ്ട് എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും ഈ പറഞ്ഞ റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് അഥവാ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് പേഷ്യൻസിനോടും റിലേറ്റീവ്സിനോടും സംസാരിക്കുമ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത്രയും നാൾ ഡോക്ടർ തന്നെയല്ലേ ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഇനിയും അങ്ങനെ തന്നെ പോരെ, എന്തിനാണ് ഒരു റോബോട്ടിനെ ഉപയോഗിച്ച് ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യിപ്പിക്കുന്നതെന്ന്. ആദ്യമായിട്ട് പറയട്ടെ, റോബോട്ടിക് അസിസ്റ്റഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായും സർജൻ നിയന്ത്രിതമായ അല്ലെങ്കിൽ ഡോക്ടർ നിയന്ത്രിതമായ സാങ്കേതികവിദ്യയാണ്. ഇതിനകത്ത് ഒരു റോബോട്ടിക് ആം അഥവാ ഒരു കട്ടിംഗ് ടൂൾ പ്രവർത്തിപ്പിക്കുന്ന കൈ ഒരു റോബോട്ടിൻ്റെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രവർത്തിപ്പിക്കുന്ന സർജനാണ്. ആ സർജറിയിലെ വളരെ സങ്കീർണമായ കാൽക്കുലേഷൻസും മറ്റും ഓപ്പറേഷന് മുമ്പ് തന്നെ ഒരു CT ബേസ്ഡ് അൽഗോരിതം ഉപയോഗിച്ച് സർജൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോബോട്ടിക് ആം എന്നുള്ളത് ഒരു കട്ടിംഗ് ടൂൾ മാത്രമാണ്. സാധാരണയായി ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന റോബോട്ടിക് സാങ്കേതികവിദ്യയും പരമ്പരാഗതമായ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഒരു കാൽമുട്ട് സന്ധിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, മുട്ടുമാറ്റിവയ്ക്കൽ ആവശ്യമായ രീതിയിലുള്ള പരിപൂർണമായി തേയ്മാനം സംഭവിച്ച മുട്ടുമായിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഒരു രോഗിക്ക് പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വേദന ഉണ്ടായിരിക്കും, അവരുടെ കാൽമുട്ടുകൾക്ക് അകത്തോട്ടോ പുറത്തോട്ടോ ഉള്ള വളവുണ്ടായിരിക്കും, പിന്നെ അവർക്ക് ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, നടക്കാൻ പറ്റാതെയുള്ള ബുദ്ധിമുട്ട്, ബാലൻസ് ഇല്ലായ്മ ഇവയൊക്കെ ഉണ്ടാവും. പരമ്പരാഗതമായ രീതിയിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മുട്ട് തുറന്ന ശേഷം ഹിപ്പ് ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ആംഗിൾ ജോയിൻറ്റ്, ഈ 3 സന്ധികളുടെയും അലൈൻമെൻറ്റ് സർജൻ എക്സ്റേയുടെ സഹായത്തോടെയും കൂടാതെ ചില കാൽക്കുലേഷനുകൾ സർജൻ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലുണ്ടാക്കി കേടുവന്ന മറ്റേ ഭാഗങ്ങളെ ഇത് മാറ്റി കൃത്യമായ അലൈൻമെൻറ്റോടുകൂടി ഒരു പുതിയ ഇംപ്ലാന്റ് അവിടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റോബോട്ടിക് സാങ്കേതികവിദ്യയിൽ എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആധാരം തന്നെ അതിൻ്റെ കണിശത, അത് അക്യുറസിയാണ്. ഇപ്പോൾ എൻ്റെ കാൽമുട്ടിൻ്റെ അളവുകൾ, നോർമൽ അനാട്ടമിക്കൽ അളവുകൾ, അത് മറ്റേതൊരു വ്യക്തിയുടെയും നോർമൽ അനാട്ടമിക്കൽ അളവുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ റോബോട്ടിക് സാങ്കേതികവിദ്യയിൽ ഓപ്പറേഷന് മുമ്പ് തന്നെ തലേ ദിവസമോ അതിനൊരു ദിവസം മുമ്പോ CT ആ പ്രസ്തുത ജോയിൻറ്റിൻ്റെ എടുക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ നോർമൽ അനാട്ടമി നമ്മൾ ഡിഫൈൻ ചെയ്യുകയും ആ അനാട്ടമി മോശമായ രീതിയിൽ വളഞ്ഞിരിക്കുന്ന കാലിൻ്റെ അനാട്ടമിയെ ആ പരിപൂർണമായും പൂർവ്വസ്ഥിതിയിലേക്ക്, അതായത് തേയ്മാനം സംഭവിക്കുന്നതിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണിശത എന്ന് പറയുന്നത് 1/2 ഡിഗ്രി, അതായത് 0.5 ഡിഗ്രീസ് അല്ലെങ്കിൽ 0.5 മില്ലിമീറ്റേഴ്സ്, ഈ രീതിയിലുള്ള കണിശതയിൽ നമുക്ക് ഈ അളവുകൾ നിയന്ത്രിക്കാൻ പറ്റും. ഒരിക്കലും ഒരു ഹ്യൂമൻ ഐ, ഒരു മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ കണിശത നമുക്ക് ഒരിക്കലും ഉറപ്പുവരുത്താൻ സാധിക്കില്ല. ആ ഒരു കണിശത, ആ അഡ്വാൻറ്റേജ്, അക്യുറസി, അതാണ് റോബോട്ടിക് സാങ്കേതികവിദ്യയെ പരമ്പരാഗതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പിന്നീട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഓക്കെ, റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഇതുകൊണ്ട് വേദനയ്ക്ക്, ഓപ്പറേഷന് ശേഷം ഉണ്ടാകുന്ന വേദനയിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത്. അതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഇതുവരെയുള്ള കഴിഞ്ഞ മാസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഇത്രയും അധികം കേസുകൾ ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ പോലും, അതുമാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പോലും വേദനയിൽ ഗണ്യമായ കുറവ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ, പരമ്പരാഗതമായ രീതിയിൽ മുട്ടുമാറ്റി വയ്ക്കുമ്പോൾ ലിഗമെൻറ്റുകൾ ഒത്തിരി റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ലിഗമെൻറ്റിനെ ബാലൻസ് ചെയ്തുകൊണ്ട് മുട്ടിനകത്തുള്ള ഇംപ്ലാന്റ് നിക്ഷേപിക്കുന്നത്. എന്നാൽ റോബോട്ടിക് സാങ്കേതികവിദ്യയിൽ ബോൺ കട്ട് ചെയ്യുന്നതിനുള്ള ആ കണിശത
അത് വളരെയധികമായതുകൊണ്ട് ലിഗമെൻറ്റുകളെ ഒത്തിരി റിലീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അപ്പോൾ ലിഗമെൻറ്റിനെ റിലീസ് ചെയ്യുന്നതാണ് പലപ്പോഴും പെയിൻ ഉണ്ടാക്കുന്നത്. ആ പെയിൻ വളരെയധികം കുറവായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, രക്തനഷ്ടവും വളരെയധികം കുറവാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഈ പറയുന്ന ഓപ്പറേഷൻ പൂർത്തിയാക്കാനും സാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു കാര്യം, വളരെയധികം ഇത് കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ്. വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ റോബോട്ടിക് ആം ഡ്രേപ്പ് ചെയ്യാനും മറ്റുമായിട്ടും പിന്നെ റോബോട്ടിക് ആമിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ബ്ലേഡ്സ്, ആ ബ്ലേഡ്സ് ചേഞ്ച് ചെയ്യാനും മാത്രമായിട്ട് എന്തുമാത്രം ചിലവ് വരുമോ, അങ്ങനെ ഒരു നിശ്ചിതമായ പരിമിതമായൊരു തുകയുടെ വ്യത്യാസമേ ഇതിന് ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ ആ ഒരു വ്യത്യാസം റിയലി വർത്താണ്. കാരണം അത്രയും നല്ലൊരു അക്യുറസിയാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ലാസ്റ്റ് മന്ത് ചെയ്ത് 2 കാൽമുട്ടുകളും മാറ്റിവെച്ച ആ ഒരു പേഷ്യൻ്റ് എക്സ്പീരിയൻസ് തൊട്ട് ഞാൻ പറയുകയാണെങ്കിൽ, അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് 3ാമത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിനകത്തൂടെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് നടക്കുകയും നിങ്ങൾക്ക് ഇതിനോടൊപ്പമുള്ള വീഡിയോയിൽ അത് കാണാൻ സാധിക്കും. വളരെ ഒരു സാധാരണ പരമ്പരാഗത ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിന് ശേഷം ഉണ്ടാകുന്ന പെയിനുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവ് പെയിന് മാത്രമേ അവർക്ക് അനുഭവപ്പെട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ എക്സ്പീരിയൻസും അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു റിക്കവറി, വളരെ പെട്ടെന്ന് തന്നെ സ്റ്റെയർ ക്ലൈമ്പിംഗ് സ്റ്റെപ്സിലേക്കൊക്കെ അവരെ പ്രോഗ്രസ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഫിസിയോതെറാപ്പിയുടെ ഹെൽപ്പോടുകൂടി സാധിച്ചിട്ടുണ്ട്. അതിന് തുടർന്ന് ഇത്ര ദിവസം വരെ, ഇന്നിപ്പോൾ സംസാരിക്കുന്നവരെ ചെയ്തിട്ടുള്ള എല്ലാ റോബോട്ടിക് ശസ്ത്രക്രിയകളിലും അതേ ഒരു എക്സ്പീരിയൻസ്, ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ മേക്കോപ്ലാസ്റ്റി റോബോട്ടിക് സാങ്കേതികവിദ്യ, അതായത് CT ബേസ്ഡ് സാങ്കേതികവിദ്യകളിൽ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയതിൽ വെച്ച് ഏറ്റവും നൂതനമായ റോബോട്ടിക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സാങ്കേതികവിദ്യ ഇന്ന് കാരിത്താസിൽ അവൈലബിൾ ആണ്. ഈ സാങ്കേതികവിദ്യയുടെ ഗുണഭോക്താക്കളാകാനായിട്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. നന്ദി.